പബ്ബാണോ? പബ്ബാണോ ഞാൻ വൈഫിന്റെ തലേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോഗിനാണോടാ? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടി കാണിച്ചു തരാട്ടാ. അത് ഞാൻ വീടിന്റെ അകത്ത് വെക്കുന്നതാണ്. പപ്പി ഇങ്ങോട്ട് ഇങ്ങോട്ട് ബാ ബാ. പിന്നെ ഇത് ഇതിട്ടോ ലക്ഷ്മി, ഇത് വീട്ടിലുണ്ട്. ഇത് വീടിന്റെ അകത്ത് വയ്ക്കട്ടെ. ഇങ്ങനത്തെ. പിന്നെ ഇതും ഇതുപോലെ തന്നെ വെള്ളമൊന്നും വേണ്ട അധികം. നല്ല രസമാണ്. ഇങ്ങനത്തെ കുറെ വാങ്ങിച്ചു നോക്കാം. അപ്പൊ ലൈവ് ഇടുമ്പോ ഇങ്ങനെ ലക്ഷ്മിക്ക് ഇങ്ങനെ വെച്ചിട്ട് ലൈവ് ഇടാ കേട്ടോ. ഓക്കെ. ഡേ 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 എന്താ കാണിക്കുന്നത്? ഇത് കണ്ട ഡേ ഡേ ഇവിടെ കയറിക്ക് കയറിക്ക് ഇവിടെ കയറിക്ക് വാ ഇവിടെ കയറി വാ. ഇവിടെ ഇവിടെ ഇരിക്കട് വാ വാ ഇവിടെ ഇരിക്കതേ. ആ ലൈവ് ഇട്ടോ നീ. ഇത് പപ്പിയുടെ ലൈവാണ്. പപ്പി ചെടി നമുക്കില്ലേ കുറെ ചെടി മീൻ വളർത്തലൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ടെൻഷൻ ഇതൊക്കെ ഒരുപാട് മാറി കിട്ടും. അത് പരിചരിക്കുമ്പോൾ തന്നെ നമുക്കത് ഒരുപാട് മൈൻഡ് നമുക്ക് ഒരുപാട് ഒരു റിലീഫ് കിട്ടും ടെൻഷനൊക്കെ. ഇവളുടെ പേരോ? ഇവളുടെ ഒരു പപ്പി. ലക്ഷ്മി ആൻറ്റി വിളിക്കുന്നില്ലേ? ലക്ഷ്മി ആൻറ്റി വിളിക്കുന്നില്ല. ലക്ഷ്മി ആൻറ്റി ലക്ഷ്മി ആൻറ്റി വിളിക്കുന്നുണ്ട്. ഇരുമോനെ അച്ഛക്ക് ഇരുമോനെ തന്നേടി. അച്ഛക്കുമോര് വന്ന്. ആ അങ്ങനെ മതി മതി. പപ്പി പപ്പി ഇത് പപ്പീന്ന് വിളിക്കുന്നുണ്ട്. ദീപ ആൻറ്റി പപ്പി പട്ടീനെ കൊണ്ട് ലൈവ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാവോ ചാനലോട്ടോ. കുട്ടിക്കളി കുട്ടിക്കളി കൊള്ളിട്ടുന്ന അനുമോള് പോയല്ലോ. പക്ഷെ അനുമോളിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ചാനൽ ചാനലൊന്നും പോവില്ല. ചുമ്മാ പറഞ്ഞ. പപ്പീനെ ഞാൻ ഒരു മാസം ആവണേക്കും വാങ്ങിച്ച കുഞ്ഞ് ബേബി ആയിരുന്നു. അപ്പൊ ആദ്യമൊക്കെ വയ്യായിരുന്നു. കാരണം ഈറ്റിങ്ങളെ നോക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. വേറെ ഡോഗിനെ പോലെ അല്ല. ഈറ്റിങ്ങളെ നോക്കാനായിട്ടേ ഭയങ്കര സ്കിന്നാണെങ്കിലൊക്കെ ഭയങ്കര കൊതു അടിച്ചു ആ ലൈറ്റ് ഇട്ട് ഫ്രണ്ടിലോ. ഇതിന്റെ ഈറ്റകൾ നോക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈജീനും വേണം. കുളിപ്പിക്കല് അതുപോലെ തന്നെ പോകണം. പിന്നെ നന്നായിട്ട് കുളിപ്പിക്കണം. പിന്നെ ഇതുപോലെ പുറത്തൊക്കെ പോകണമെങ്കിൽ നടത്താൻ കൊണ്ടുപോകില്ല നമ്മള്. അപ്പൊ ഇതുപോലെ പോസ്റ്റിനടുത്തൊക്കെ വേറെ ഈ ഡോഗുകളൊക്കെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാനല്ല. അപ്പൊ അതൊക്കെ നമ്മള് മണക്കാൻ സമ്മതിക്കരുത്. അപ്പൊ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും ഈറ്റുങ്ങൾക്ക്. ഒരുപാട് അസുഖമൊക്കെ ഉണ്ടാകാൻ എന്തോരം കഷ്ടപ്പെട്ട് എത്ര പോയിട്ടുണ്ടെന്ന് അറിയാം. ഒരുപാട് പൈസ പോയിട്ടുണ്ട്. കുറുമ്പി എറണാകുളത്തൊക്കെ വലിയ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവക്കൊരു ആറല്ല 7 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചത്തുപോയി. അതാണ് ഇൻഫെക്ഷൻ വന്ന് ചത്തുപോയതാണ്. ഇൻഫെക്ഷൻ വന്നത് എനിക്ക് അവിടെ ഒരാളെ തരാമെന്ന് പറഞ്ഞു. എവിടെ? അവിടെയാണോ ഇവിടെയാണോ? നാട്ടിലല്ലേ? നമ്മളേ നന്നായിട്ട് നോക്കണം.